പാർലമെന്റിൽ ഇന്ത്യ മുന്നണി പൊളിഞ്ഞുവെന്നും ഇന്ത്യ മുന്നണിക്ക് ഇനി ബലമില്ല എന്നുമൊക്കെ പറയുന്ന BJP നേതൃത്വത്തോട് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ TVK കോൺഗ്രസ് സഖ്യമാണ് അധികാരത്തിലുള്ളത്. ഓരോ സംസ്ഥാനവും BJP ഭരിക്കാൻ വേണ്ടി വിടക്കാക്കി തനിക്കാക്കാൻ ശ്രമിക്കുമ്പോൾ അവകാശ മൂല്യങ്ങൾ നേടിയെടുക്കാനും തമിഴ് ജനതയുടെ അവകാശങ്ങൾ കൃത്യമായി അംഗീകരിക്കപ്പെടാൻ ഏതൊക്കെ രീതിയിൽ ശ്രമങ്ങൾ നടത്തണമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ജോസഫ് വിജയ് അധികാരമേറ്റിരിക്കുന്നത്. ഗവർണർ വീണ്ടും സത്യവാചകം ചൊല്ലിച്ചതുപോലും അദ്ദേഹത്തെ പരിഹസിക്കാനും കളിയാക്കാനും വേണ്ടിയാണെന്ന് അറിയാമെങ്കിൽ കൂടി അദ്ദേഹം ഒരു മടിയും കൂടാതെ പറഞ്ഞു. വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്നത് ഗവർണറുടെ ശാഠ്യമായിരുന്നു. അത് ഗണഗീതം പോലെ BJPയുടെ ഒരു നാഷണൽ സോങ് ഒന്നുമല്ല. ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായ നമ്മൾ ഓരോരുത്തരും ഭരണഘടനയിൽ കൂറും വിധേയത്വവും പുലർത്തുന്നവരുടെ ദേശീയ ഗാനമാണ് വന്ദേമാതരം. അത് പാടിയതുകൊണ്ട് എന്താണ് തെറ്റ്? മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പാർലമെൻറ്റിൽ BJPക്ക് കൂടുതൽ സ്ഥിരത ഉണ്ടാകുന്നു. കോൺഗ്രസിന് ഇനി പ്രതീക്ഷിക്കത്തക്ക ഒരു വകയുമില്ല എന്ന് പറയുന്നു. എന്നാൽ കോൺഗ്രസ് മറിച്ചു തള്ളിയിടാനോ കുതികാല് വെട്ടാനോ ശ്രമിക്കുകയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ശുഭകാലമുണ്ട് എന്ന് വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും അതിൻ്റേതായ രാഷ്ട്രീയ രീതികളുണ്ട്. അപ്പോൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. തമിഴ്നാട് പോലെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ BJP കുളമാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേറ്റിൽ വിജയ് ഏതൊക്കെ രീതിയിലായിരിക്കും ചിന്തിക്കുക എന്ന് കോൺഗ്രസിന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇടതു പാർട്ടികൾ പോലും വിജയിയോട് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. വിജയ് അവരോട് പോലും സംസാരിക്കുകയും ചെയ്തു. വിജയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാൽ പോരാ. കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ്. DMKയും AIADMKയും ഒരുമിക്കാൻ ശ്രമിച്ച ഒരു നീക്കത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ചിരകാല വൈരികളായിട്ടുള്ള AIADMKയും DMKയും എന്തിന് കൂട്ടുകൂടാൻ ശ്രമിച്ചു? അപ്പോൾ മൂന്നാമതൊരാൾ രംഗപ്രവേശം ചെയ്യരുത്. BJPയുമായി വർഗീയ കച്ചവടം നടത്തിയാലും വേണ്ടില്ല എന്ന ഒരു പോളിസിയിലേക്കാണ് DMK കൃത്യമായി മൂവ് ചെയ്യുന്നത്. ഇനി AIADMK BJPയുമായി മുൻപ് സഖ്യത്തിലായിരുന്നു. അപ്പോൾ സഖ്യവുമായി ബന്ധപ്പെട്ട് AIADMKയ്ക്ക് എന്തെങ്കിലും നേട്ടമാണോ കിട്ടിയത്? ആൾട്ടർനേറ്റീവായി ഭരണം മാറി വരേണ്ട സാഹചര്യമാണെങ്കിൽ DMKയെ തോൽപ്പിച്ചുകൊണ്ട് അണ്ണാ DMK അല്ലേ അധികാരത്തിൽ വരേണ്ടത്? എന്തുകൊണ്ട് തമിഴക വെട്രിക്കഴകം അധികാരത്തിൽ വന്നു? ഇവിടെയാണ് കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കേണ്ടത്.